ഒരു മനുഷ്യൻ സ്വന്തം പേര് തന്നെ ആസാദ് എന്ന് പ്രഖ്യാപിച്ചു, അതായത് സ്വാതന്ത്ര്യം. അവനെ പിടിക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യം മുഴുവൻ ഇറങ്ങി. പക്ഷേ അവൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും പിടിക്കപ്പെട്ടില്ല. 1906 ജനിച്ച ചന്ദ്രശേഖർ തിവാരിയായിരുന്നു അവൻ. സാധാരണ കുടുംബം, പക്ഷേ അസാധാരണ മനസ്സ്. അസഹകരണ സമരത്തിൽ പങ്കെടുത്തതിനായി ചെറുപ്പത്തിൽ തന്നെ പിടിക്കപ്പെട്ടു. കോടതിയിൽ നിർത്തിയപ്പോൾ ബ്രിട്ടീഷ് ജഡ്ജി ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ മറുപടി പറഞ്ഞു, ആസാദ്. അച്ഛന്റെ പേര്? സ്വാതന്ത്ര്യം. വീട്? ജയിൽ. ആ മറുപടികൾ പരിഹാസമല്ലായിരുന്നു, അതൊരു പ്രതിജ്ഞയായിരുന്നു. ആ ദിവസം മുതൽ അദ്ദേഹം ചന്ദ്രശേഖർ ആസാദായി. അദ്ദേഹം സാധാരണ പ്രതിഷേധക്കാരനായി നിന്നില്ല. അദ്ദേഹം സംഘടന പടുത്തുയർത്തി, യുവാക്കളെ പ്രചോദിപ്പിച്ചു, ഭഗത് സിംഗ് പോലുള്ളവർക്കൊപ്പം പ്രവർത്തിച്ചു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ശക്തിപ്പെടുത്തി. ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹം ഒരു നിഴൽ പോലെയായിരുന്നു. കാണാം, പക്ഷെ പിടിക്കാനാവില്ല. 1931 ഫെബ്രുവരി 27 അലഹാബാദിലെ ആൽഫ്രഡ് പാർക്ക് ഒരു വിശ്വസ്തൻ വഞ്ചിച്ചു. ബ്രിട്ടീഷ് സൈന്യം പാർക്ക് മുഴുവൻ വളഞ്ഞു. ആസാദ് ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ അവൻ ഓടിയില്ല, അവൻ പിന്മാറിയില്ല. മണിക്കൂറുകളോളം തിരിച്ചടിച്ചു. വെടിയൊച്ചകൾ പാർക്കിൽ മുഴങ്ങി. അവന്റെ തോക്കിൽ ഒറ്റ ഗോളി മാത്രമേ ഇനി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവൻ ഓർത്തു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പിടിക്കപ്പെടില്ല. ഒരു നിമിഷം നിശബ്ദം, ഒരു തീരുമാനം, ഒരു വെടിയൊച്ച. ശരീരം വീണു, പക്ഷേ വാക്ക് നിലനിന്നു. ആ ദിവസം ഒരു മനുഷ്യൻ മരിച്ചു, പക്ഷേ ഒരാശയം ജീവിച്ചു. ആസാദ് എന്ന പേര് ഇനി ഒരാളുടേതല്ല, സ്വാതന്ത്ര്യം തേടുന്ന ഓരോ മനസ്സിന്റെയും പേരായി മാറി. അവൻ തോറ്റില്ല, അവൻ കീഴടങ്ങിയില്ല. അവസാനം വരെ അവൻ തന്റെ പേര് പോലെ തന്നെ ആസാദായി നിലനിന്നു. സ്വാതന്ത്ര്യം. നന്ദി.